ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇംഗ്ലീഷിൽ നമ്മുടെ അവസാനത്തെ യൂണിറ്റ്, നമ്മുടെ 5ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. 5ാമത്തെ യൂണിറ്റിന്റെ പേരെന്താ? റോബോ ദ റോബോട്ട്. അപ്പോൾ നമ്മളെല്ലാ കൂട്ടുകാരും പ്രീവിയസ് യൂണിറ്റിന്റെ ക്ലാസ്സുകൾ കണ്ടുകാണെന്ന് കരുതുന്നു. എല്ലാ ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്ററിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് മാത്രമല്ല, ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ്, നമ്മുടെ ബീഹായ് എന്നുള്ള ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, എല്ലാ ചാപ്റ്ററിന്റെ യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? 5ാമത്തെ യൂണിറ്റ് റോബോ ദ റോബോട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഏത് ആക്ടിവിറ്റീസാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്? കംപ്ലീറ്റ് ദി ആക്ടിവിറ്റീസ് 1 to 6 ഇൻ ബീഹൈവ്. ബീഹൈവിലെ 1 തൊട്ട് 6 വരെയുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ബീഹൈവ് ടെക്സ്റ്റ് ബുക്കിലെ 1 തൊട്ട് 6 വരെയുള്ള ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ് കാണുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേജ് എന്താ നോക്കാം. റോബോ ദ റോബോട്ടിൽ എന്താ കാണുന്ന? ചിത്രത്തിൽ എന്താ കാണുന്നത്? ഒരു കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ? ഒരു കുട്ടി ഗാർഡനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് നിൽക്കുന്നത്? ഇവിടെ ഒരു വീടുണ്ട്. വീട്ടിനുള്ളിൽ നിന്ന് ആരോ നോക്കി നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പൊ കുട്ടിയുടെ ഒപ്പം നിൽക്കുന്നത് ആരാണ്? നോക്കിക്കേ, ചിത്രത്തിൽ കാണുന്നത് ആരാണ്? ഇതാണ് റോബോട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇവർ ആരൊക്കെയാ നോക്കാം. അത് നമുക്ക് വായിച്ചു നോക്കാം. വൺ ടൈം വായിച്ചു റീഡ് ചെയ്യാം. സിയ ആൻഡ് റോബോ വേർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. നോക്കൂ, ഈ കുട്ടിയുടെ പേരാണ്, ഇവളുടെ പേരെന്താ? സിയ. ഓക്കെ, സിയയും റോബോ, അതായത് ഈ റോബോട്ടിന്റെ പേരാണ് റോബോ. സിയ ആൻഡ് റോബോ വേർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. സിയയും റോബോയും കൂടെ എന്ത് ചെയ്യാണ്? ഗാർഡനിൽ. ഗാർഡൻ എന്ന് വെച്ചാൽ എന്താ? പൂന്തോട്ടം അല്ലേ? ഗാർഡൻ എന്ന് വെച്ചാൽ എന്താണ്? പൂന്തോട്ടം. അപ്പൊ ഗാർഡനിൽ എന്ത് ചെയ്യണം? അവര് രണ്ടാളും കൂടെ പ്ലേ ചെയ്യാണ്, കളിക്കുകയാണ്. രണ്ടാളും കൂടെ കളിക്കുകയാണ് കേട്ടോ. ഗാർഡൻ എന്ന് വെച്ചാൽ പൂന്തോട്ടം. സിയ, വേർ ആർ യു മദർ കോൾഡ്. അപ്പൊ എന്ത് ചോദിക്കും? ആരാണ് ഇവിടെ നിന്ന് വിളിക്കുന്നത്? സിയയുടെ അമ്മയാണ് വിളിക്കുന്നത് അല്ലെ? സിയ, വേർ ആർ യു. സിയ, നീ എവിടെയാണ്? അമ്മ ചോദിക്കുകയാണ്. ഐ ആം വിത്ത് റോബോ അമ്മ, ഷീ റിപ്ലൈഡ്. അപ്പൊ സിയ എന്ത് പറഞ്ഞു? ഞാൻ റോബോന്റെ കൂടെയാണ് അമ്മേ എന്ന് സിയ പറയാണ്. കം ഹിയർ ഡിയർ മദർ സെഡ്. അപ്പൊ അമ്മ പറയണം, ഇവിടെ വരൂ മോളെ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്യണം? സിയയെ അകത്തോട്ട്, വീടിന്റെ അകത്തോട്ട് വിളിക്കുകയാണ്. നമുക്കിവിടെ ചോദ്യം എന്താ? ഹൂ ഈസ് റോബോ. റോബോ ആരാണ്? റോബോ ആരാണ്? ഡോഗോ അല്ലെങ്കിൽ കാറ്റോ എന്തെങ്കിലും ആണോ? അല്ല, റോബോ എന്ന് പറയുന്നത് റോബോട്ടാണ്. റോബോ ആരാണ്? ദ റോബോട്ട്, റോബോട്ടാണ്. വൈ ഡിഡ് മദർ കോൾ സിയ. എന്തിനായിരിക്കും അമ്മ സിയയെ വിളിച്ചിട്ടുണ്ടാവുക? നമുക്ക് അടുത്ത പേജ് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത് ആക്ടിവിറ്റി 7, ബീഹൈവിലെ ആക്ടിവിറ്റി 7 കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് പേജ്. അപ്പൊ നോക്കൂ, അടുത്ത പേജിൽ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മുടെ സിയയും അമ്മയും കൂടെ എന്തോ തിരയുകയാണ് അല്ലെ? നമ്മുടെ റോബോയും ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് വായിക്കാം. സിയ, ഡിഡ് യു സീ ദ കീ മദർ ആസ്ക്ഡ്. അമ്മ എന്താ ചോദിക്കുന്നത്? സിയ, നീ ആ ചാവി കണ്ടോ എന്ന് ചോദിക്കണം. കീ എന്ന് വെച്ചാൽ എന്താ? കണ്ടിട്ടില്ലേ? കീ എന്ന് വെച്ചാൽ ഇതാണ് കീ, ചാവി അല്ലേ? നമ്മൾ മലയാളത്തിൽ എന്ന് പറയും ചാവി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ താക്കോൽ എന്ന് പറയും. ഓക്കെ, താക്കോൽ എന്നാണ് കറക്റ്റായ വാക്ക്. താക്കോൽ എന്ന് പറയും, കീ എന്ന് പറഞ്ഞാൽ. അപ്പൊ അമ്മ എന്താ ചോദിക്കുന്നത്? മോളെ, നീ ആ താക്കോൽ കണ്ടോ എന്ന് ചോദിക്കണം. വിച്ച് കീ, ഏത് കീ എന്ന് നമ്മുടെ സിയ ചോദിക്കുകയാണ്. ദ കീ ഓഫ് അവർ ഷെൽഫ്, മൈ പേഴ്സ് ഈസ് ഇൻസൈഡ് ഇറ്റ്. അപ്പൊ എന്താ അമ്മ പറയണത്? നമ്മുടെ ഷെൽഫ് ഇതുണ്ട് ഇവിടെ കാണില്ലേ? ഷെൽഫ്, നമ്മുടെ ഷെൽഫിന്റെ താക്കോല്, എന്റെ പേഴ്സ് അതിനുള്ളിലാണ്. ഏതിന്റെ ഉള്ളിലായിരിക്കും? ഷെൽഫിനകത്താണ് അമ്മയുടെ പേഴ്സ് ഉള്ളത്. ആ ഷെൽഫ് പൂട്ടിയ താക്കോലാണ് ഇപ്പൊ കാണാത്തത്. ഐ ഡിഡ്ന്റ് സീ ഇറ്റ് സെഡ് സിയ. അപ്പൊ സിയ എന്ത് പറഞ്ഞു? ഞാൻ കണ്ടില്ല അമ്മേ എന്ന് സിയ പറയുകയാണ്. ദേ സെർച്ച്ഡ് എവരിവേർ ബട്ട് ദേ കുഡിന്റ് ഫൈൻഡ് ഇറ്റ്. അവർ രണ്ടാളും കൂടെ എല്ലായിടത്തും തിരഞ്ഞു, പക്ഷെ രണ്ടാൾക്കും നമ്മുടെ താക്കോൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ചോദ്യം എന്താ? വേർ വിൽ ബി ദ കീ. എവിടെ ആയിരിക്കും താക്കോൽ ഉണ്ടാവുക? വിൽ ദേ ഫൈൻഡ് ദ കീ. അവർക്ക് ആ താക്കോൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവോ? നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി ഇവിടെ ചെയ്യാൻ പറയുന്നത് ആക്ടിവിറ്റി 8 ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പേജ്. അപ്പൊ നോക്കൂ, നെക്സ്റ്റ് പേജിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? റോബോ കം ഹിയർ, സിയ കോൾ റോബോ. അങ്ങനെ രണ്ട് അമ്മയും സിയയും കൂടെ എല്ലായിടവും തിരഞ്ഞു, പക്ഷെ നമ്മുടെ താക്കോൽ, കീ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം നമ്മുടെ സിയ എന്ത് ചെയ്തു? റോബോനെ വിളിക്കുകയാണ് അല്ലെ? റോബോനെ വിളിച്ചു. റോബോ കം ഹിയർ, റോബോ ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട്, ഇവിടെ വരൂ എന്ന് പറഞ്ഞിട്ട് സിയ റോബോനെ വിളിക്കുകയാണ്. അപ്പൊ റോബോ വരുന്ന ശബ്ദമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ആ സൗണ്ടാണ് ക്ലിക്ക് ക്ലാക്ക് ക്ലിക്ക് ക്ലാക്ക്. റോബോ വാക്ക് ചെയ്യുന്നത്. അപ്പൊ റോബോട്ട് വാക്ക് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ശബ്ദമാണ് ക്ലിക്ക് ക്ലാക്ക് ക്ലിക്ക് ക്ലാക്ക്. അങ്ങനെ റോബോ എന്ത് ചെയ്തു? നടന്നു വരികയാണ്. റോബോ പ്ലീസ് ഫൈൻഡ് ദ കീ. അപ്പൊ റോബോനോട് സിയ പറയാണ്, റോബോ ആ താക്കോൽ കണ്ടെത്തി തരൂ എന്ന് പറയാണ്. ജസ്റ്റ് എ മിനിറ്റ് സെഡ് റോബോ. റോബോ എന്ത് പറഞ്ഞു? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു.
ബീപ് ബീപ് എ ലൈറ്റ് ഫ്ലാഷ്ഡ് ഓൺ റോബോ സ്ക്രീൻ. അപ്പൊ റോബോന്റെ സ്ക്രീനിൽ കണ്ടോ, ഇതാണ് റോബോന്റെ സ്ക്രീൻ. ഈ സ്ക്രീനിൽ എന്ത് ചെയ്തു, ഒരു ശബ്ദം ബീപ് ബീപ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റ് ഇങ്ങനെ മിന്നി വരികയാണ്, തെളിഞ്ഞു വരുന്നു, ഒരു ലൈറ്റ് തെളിഞ്ഞു വന്നു. അത് സ്ക്രീൻ ഓൺ ആവുന്ന ശബ്ദമാണ്. അമ്മ ലുക്ക് അറ്റ് ദ സ്ക്രീൻ, ദ കീ ഈസ് ഇൻ ദ ഡസ്റ്റ്ബിൻ. അപ്പൊ അതിൽ എന്താണ് സ്ക്രീനിൽ കാണുന്നത്, കീ ആണ് കാണുന്നത് അല്ലേ. അപ്പൊ എവിടെയാണ് കീ ഉള്ളത്, ഡസ്റ്റ്ബിന്നിലാണ് അല്ലേ. നമ്മളെ വേസ്റ്റ് എല്ലാം ഇടുന്ന വേസ്റ്റ് ഒക്കെ കൊട്ടുന്നതാണ് ഡസ്റ്റ്ബിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലാണ് എന്ത് കിടക്കുന്നത്, നമ്മുടെ താക്കോലുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ സിയെ പറയണം, അമ്മയെ നോക്കൂ, സ്ക്രീനിൽ നോക്കൂ, കീ ഡസ്റ്റ്ബിന്നിലാണ് ഉള്ളത്. വാവ് റോബോ യു ആർ സോ ഗുഡ് മദർ സെഡ്. അപ്പൊ അമ്മ എന്ത് പറയണത്, റോബോ നീ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്യുന്നു, റോബോന്റെ അടുത്ത് പറയുകയാണ് താങ്ക് യു മോം. റോബോ സ്മൈൽ. അപ്പൊ റോബോ എന്ത് ചെയ്തു, ചിരിച്ചുകൊണ്ട് എന്ത് പറയാ, താങ്ക് യു മോം എന്ന് പറയുകയാണ് റോബോ. ആരോടാ പറയണത്, മദറിനോട് പറയാണ്. ഈസ് റോബോ ഹെൽപ്ഫുൾ ടു എവരി വൺ. റോബോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണോ, വളരെയധികം സഹായിക്കുമോ റോബോ? തീർച്ചയായിട്ടും അല്ലേ. യെസ്, ഇതാണ് കേട്ടോ ഡസ്റ്റ്ബിൻ. യെസ്, റോബോ ഈസ് ഹെൽപ്ഫുൾ ടു എവരി വൺ. ഡു യു ലൈക്ക് ടു ഹാവ് എ റോബോട്ട് അറ്റ് ഹോം. ഇപ്പൊ നിങ്ങളോട് ചോദിക്കണം, ഇതുപോലൊരു റോബോട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുള്ളത് ഇഷ്ടമായിരിക്കുമോ, അല്ലെങ്കിൽ വീട്ടിലുണ്ടാവണം എന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും. യെസ്, ഐ ലൈക്ക് ടു ഹാവ് എ റോബോട്ട് അറ്റ് ഹോം. അടുത്തത് 9ാമത്തെ ആക്ടിവിറ്റിയാണ് ഈ പേജിൽ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ബിഹൈവിൽ 9ാമത്തെ ആക്ടിവിറ്റി ചെയ്യുക. നെക്സ്റ്റ് പേജ്, സിയ ആൻഡ് റോബോ വെൻ ഫോർ എ വാക്ക്. അങ്ങനെ സിയയും റോബോയും കൂടെ എന്തിനു പോവുകയാണ്, പുറത്ത് നടക്കാൻ ഇറങ്ങി രണ്ടാളും കൂടെ. സൂൺ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അങ്ങനെ എന്ത് സംഭവിച്ചു, മഴ വന്നു അല്ലെ. പെട്ടെന്ന് എന്ത് സംഭവിച്ചു, മഴ വന്നു. സൂൺ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ വന്നു, പക്ഷെ അവരുടെ കയ്യിൽ, സിയുടെ കയ്യിൽ എന്തില്ല, അംബ്രല ഇല്ല. റോബോ ഇറ്റ് ഈസ് റെയിനിങ് വാട്ട് വിൽ വി ഡു. റോബോ ദാ മഴ വന്നു, ഇനി നമ്മൾ എന്ത് ചെയ്യും, സിയ ആസ്ക്ഡ്. അപ്പൊ സിയ ആരോടാ ചോദിക്കുന്നത്, റോബോനോട് ചോദിക്കുകയാണ്. ജസ്റ്റ് എ മിനിറ്റ്. അപ്പൊ റോബോ എന്ത് പറഞ്ഞു, ഒരു മിനിറ്റ്. റോബോ അപ്പൊ എന്തോ ഒരു ഐഡിയ കണ്ടു അല്ലേ. റോബോ പറയണ ഒരു മിനിറ്റ്. ഡു ദേ ഹാവ് എൻ അംബ്രല. അവരുടെ കയ്യിൽ അംബ്രല ഉണ്ടോ? നോ, ദേ ഹാവ് നോ അംബ്രല. ഹൗ വിൽ റോബോ ഹെൽപ്പ് സിയ. അപ്പൊ എങ്ങനെയായിരിക്കും റോബോ സിയെ സഹായിക്കുന്നത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജ് നോക്കിക്കേ, റോബോ എന്തായി മാറുകയാണ്, ഒരു അംബ്രല ആയിട്ട് മാറുകയാണ് അല്ലേ. നമുക്ക് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു അംബ്രല ആയിട്ട് മാറി. അങ്ങനെ നമ്മുടെ റോബോ അംബ്രല ആയിട്ട് മാറുന്ന ഒരു ശബ്ദമാണ് ബൂം. റോബോ ബിക്കേം എ ബിഗ് അംബ്രല. എങ്ങനത്തെ അംബ്രലയായി മാറി, ഒരു വലിയൊരു കൊടയായി മാറി അല്ലേ. സിയ ക്ലാപ്ഡ് ഹെർ ഹാൻഡ്സ്. റോബോ യു ആർ വണ്ടർഫുൾ. അപ്പൊ സിയ സന്തോഷം കാരണം ക്ലാപ്പ് ചെയ്തു അല്ലെ. ക്ലാപ്പ് ചെയ്തിട്ട് എന്താ പറയണത്, റോബോ നീ വണ്ടർഫുൾ ആണ്, നീ മനോഹരാണെന്ന് പറഞ്ഞിട്ട് റോബോനെ എന്ത് ചെയ്യണം, അഭിനന്ദിക്കുകയാണ്. ഈസ് റോബോ എ സൂപ്പർ റോബോട്ട്. റോബോ ഒരു സൂപ്പർ റോബോട്ട് ആണോ? തീർച്ചയായിട്ടും ഇല്ലേ. കാരണം നോക്കിക്കേ, റോബോയ്ക്ക് എന്ത് ചെയ്യാൻ, കീ കണ്ടുപിടിച്ചു കൊടുത്തു, അതുപോലെ അംബ്രലയായിട്ട് മാറിയില്ലേ. അപ്പൊ തീർച്ചയായിട്ടും റോബോ എന്താണ്, ഒരു സൂപ്പർ റോബോട്ടാണ്. ഡിഡ് യു ലൈക്ക് റോബോ. നിങ്ങൾക്ക് ഇഷ്ടമായോ റോബോനെ? യെസ്, ഐ ലൈക്ക് റോബോ. 10ാമത്തെ ബിഹൈവ് ടെക്സ്റ്റ് ബുക്കിലെ 10ാമത്തെ ആക്ടിവിറ്റി ചെയ്യുക. നെക്സ്റ്റ് പേജ്, ദ റെയിൻ സ്റ്റോപ്പ്ഡ്. അപ്പൊ അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ മഴ നിന്നു. സൂപ്പ്. അപ്പൊ അംബ്രല ബിക്കേം എ റോബോട്ട് അഗൈൻ. തിരിച്ചു അംബ്രല മടങ്ങുന്ന ആ ശബ്ദം, അംബ്രല എന്തായി മാറി, തിരിച്ചു വീണ്ടും റോബോട്ട് ആവുന്ന ശബ്ദമാണ് സൂപ്പ്. സൂൺ എ ക്രോ ടൂക്ക് എവേ സിയാസ് ക്യാപ്പ്. പെട്ടെന്ന് എന്ത് സംഭവിച്ചു, ഒരു കാക്ക വന്നു. കാക്ക വന്നിട്ട് എന്ത് ചെയ്തു, സിയയുടെ ക്യാപ്പ്, തൊപ്പി എടുത്തുകൊണ്ട് കൊത്തിക്കൊണ്ട് പറന്നുപോയി അല്ലേ. അതാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. സിയയുടെ ക്യാപ്പിന്റെ നിറം എന്താ, കളർ എന്താ, വയലറ്റ്. കണ്ടോ, കാക്ക വന്നിട്ട് തൊപ്പി കൊത്തിക്കൊണ്ട് പോവുകയാണ്. വേർ വിൽ ദ ക്രോ ടേക്ക് ദ ക്യാപ്പ്. എവിടേക്കായിരിക്കും കാക്ക തൊപ്പി കൊണ്ടുപോയിട്ടുണ്ടാവുക. വാട്ട് വിൽ റോബോ ഡു നോ. അപ്പൊ എങ്ങനെയായിരിക്കും റോബോ സിയനെ സഹായിച്ചിട്ടുണ്ടാവുക. നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. ബിഹൈവിലെ 11ാമത്തെ ആക്ടിവിറ്റി ചെയ്യുക. നെക്സ്റ്റ് പേജ്. അപ്പൊ സിയയുടെ ക്യാപ്പ് കൊണ്ടുപോയിട്ട് ക്രോ എവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്, മരത്തിന്റെ മുകളിൽ അല്ലെ, മരത്തിന്റെ മേലെ കൊണ്ടുപോയിട്ട് ക്യാപ്പ് വെച്ചിരിക്കുകയാണ്. ചിത്രത്തിൽ കാണുന്നില്ലേ. ഓ മൈ ക്യാപ്പ്, റോബോ ഹെൽപ്പ് മീ പ്ലീസ്, സിയ ക്രൈഡ്. അപ്പൊ സിയ വീണ്ടും കരഞ്ഞുകൊണ്ട് എന്ത് പറയാണ്, അയ്യോ എന്റെ തൊപ്പി, റോബോ എന്നെ സഹായിക്കൂ പ്ലീസ്, എന്റെ തൊപ്പി കണ്ടെത്തി തരാൻ സഹായിക്കാൻ പറയുകയാണ്. അപ്പൊ വീണ്ടും സ്ക്രീൻ എന്ത് ചെയ്തു, റോബോന്റെ സ്ക്രീൻ തെളിഞ്ഞു വന്നു. ആ ശബ്ദമാണ് ബീപ് ബീപ്. റോബോ സ്ക്രീൻ ഫ്ലാഷ്ഡ് എഗൈൻ. വീണ്ടും തെളിഞ്ഞു വന്നു. ദ ക്യാപ്പ് ഈസ് ഓൺ എ മാംഗോ ട്രീ. അതിലെന്താ കാണുന്നത്, സിയയുടെ ക്യാപ്പ് കാണുകയാണ് അല്ലെ. സിയയുടെ ക്യാപ്പ് ഇപ്പൊ എവിടെയാണുള്ളത്, മാംഗോ ട്രീന്റെ മുകളിലാണ് സിയയുടെ ക്യാപ്പ് ഉള്ളത്. ദ ക്യാപ്പ് ഈസ് ഓൺ എ മാംഗോ ട്രീ സെഡ് റോബോ. ഗെറ്റ് ഇറ്റ് ഫോർ മീ പ്ലീസ്, ജസ്റ്റ് എ മിനിറ്റ്. അപ്പൊ സി എന്ത് പറയാണ്, എനിക്ക് അതിന്റെ തൊപ്പി ഒന്ന് എടുത്ത് തരൂ പറയാണ് അല്ലെ. അപ്പൊ നമ്മുടെ റോബോ പറഞ്ഞു ഒരു മിനിറ്റ്. ഹൗ വിൽ റോബോ ഹെൽപ്പ് സിയ. എങ്ങനെയായിരിക്കും റോബോ സിയനെ സഹായിക്കുക നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി ബിഹൈവിലെ 12ാമത്തെ ആക്ടിവിറ്റി ചെയ്യുക.
വിർ റോബോസ് ഹാൻഡ് ഗ്രൂ ലോങ്. അപ്പൊ റോബോയുടെ കൈ എന്ത് ചെയ്തു, പെട്ടെന്ന് വലുതായി. ആ ശബ്ദം നല്ല വലുതായി, നല്ല നീളം വെച്ചു. ഇതുണ്ടോ, ലോങ് ആയിട്ട് പോയി. അത് ആ ശബ്ദമാണ് ഇവിടെ വിർന്ന് കൊടുത്തിരിക്കുന്നത്. റോബോ പുള്ളിഡ് ദ ബ്രാഞ്ച് ഡൗൺ. അങ്ങനെ എന്ത് ചെയ്തു, റോബോ എന്ത് ചെയ്തു, ആ മരത്തിന്റെ കൊമ്പ് വളച്ചു പിടിച്ചു. സിയ ടേക്ക് ദ ക്യാപ് സേഡ് റോബോ. റോബ് എന്താ പറയണത്, സിയ തൊപ്പി എടുക്കുന്നു പറയാണ്. സിയ റൈസ് ഹെർ ഹാൻഡ് ടു ടേക്ക് ദ ക്യാപ്. അപ്പൊ തൊപ്പി എടുക്കാൻ വേണ്ടി സിയ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കുകയാണ്. സിയ തൊപ്പി എടുത്തിട്ടുണ്ടാവോ നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജ് നോക്കാം. ക്യാൻ സിയ ടേക്ക് ദ ക്യാപ്. സിയക്ക് തൊപ്പി കിട്ടിയിട്ടുണ്ടാവോ, സിയ തൊപ്പി എടുത്തോ മാംഗോ ട്രീയിൽ നിന്ന്. നോക്കൂ നെക്സ്റ്റ് പേജ്. ഇല്ല അല്ലെ. അതായത് പെട്ടെന്ന് ആര് വന്നു, ഒരു കാറ്റ് വന്നു. സൂൺ എ സ്ട്രോങ് വിൻഡ് ബ്ലൂ. പെട്ടെന്ന് നല്ല വലിയ ശക്തമായിട്ടൊരു കാറ്റ് വന്നു, തൊപ്പി പറന്നു പോയി. The wind took the cap away. Wind എന്ത് ചെയ്തു, കാറ്റ് വന്ന് തൊപ്പി പറത്തിക്കൊണ്ട് പോയി. റോബോ വേർ ഇസ് മൈ ക്യാപ്, സിയ ക്രൈഡ്. അപ്പൊ സിയ ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്, എന്റെ തൊപ്പി എവിടെ റോബോ എന്ന് ചോദിക്കുകയാണ്. ബീപ് 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 എന്നുള്ള ശബ്ദം എന്താണ്, റോബോന്റെ സ്ക്രീന് തെളിഞ്ഞു വരുമ്പോൾ, അതായത് സ്ക്രീൻ ഓൺ ആവുമ്പോഴുള്ള ശബ്ദമാണ്. റോബോ സ്ക്രീൻ ഫ്ലാഷ്ഡ് അഗെയിൻ. See your cap is now in the city park. നോക്ക്, ഇപ്പൊ നിന്റെ ക്യാപ്പ് ഉള്ളത് സിറ്റി പാർക്കിലാണ്. ഓ ഇറ്റ് ഈസ് ഫാർ അവേ. ഓ അത് ഒരുപാട് ദൂരം. ഫാർ അവേ എന്ന് വെച്ചാൽ ഒരുപാട് ദൂരെയാണ് എന്ന് പറയാണ്. ആരാ പറയണത്, നമ്മുടെ റോബോ പറയാണ് അല്ലെ. സി യുവർ ക്യാപ്പ് ഈസ് നൗ ഇൻ ദ സിറ്റി പാർക്ക് എന്ന് പറയാണ്. അപ്പൊ എന്താ സിയ പറയണത്, ഓ ഇറ്റ് ഈസ് ഫാർ അവേ, അത് വളരെയധികം ദൂരെയാണ്. ഹൗ വിൽ ദേ റീച്ച് ദ സിറ്റി പാർക്ക്. അപ്പൊ എങ്ങനെയായിരിക്കും അവർ എന്ത് ചെയ്യുക, സിറ്റി പാർക്കിൽ എത്തുക. നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജ് നോക്കാം. 13ാമത്തെ ആക്ടിവിറ്റി ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിക്കേ. ഈ പേജിൽ, അതായത് നെക്സ്റ്റ് പേജിലുള്ള ആക്ടിവിറ്റി 14ാമത്തെ ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്താ ചിത്രത്തിൽ കാണുന്നത്, നമ്മുടെ സിയയും റോബോയും കൂടെ പറക്കുകയാണ് അല്ലെ. സൂപ്പ് 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 റോബോ ഗ്രൂ ബിഗ്. അങ്ങനെ പെട്ടെന്ന് റോബോ എന്തായി, നല്ല വലുതായി. ക്ലൈംബ് ഓൺ മൈ ബാക്ക് ക്യുക്ക് സെഡ് റോബോ. റോബോ പറയും, പെട്ടെന്ന് വേഗം തന്നെ എന്റെ ബാക്കിൽ കയറ്. ഇതാണോ ചിത്രത്തിൽ കാണുന്ന പോലെ. സൂം റോബോ ഫ്ലൂ അപ്പ്. അങ്ങനെ റോബോ എന്ത് ചെയ്തു, പറക്കാൻ തുടങ്ങി. ആ പറക്കുമ്പോൾ ശബ്ദമാണ് സൂം. ദേ ഫ്ലൂ ഓവർ ദ ട്രീസ് ആൻഡ് ഹൗസ്. അങ്ങനെ അവർ മരങ്ങളുടെയും വീടുകളുടെ മുകളിലൂടെ രണ്ടാളും കൂടെ പറന്നുപോയി. വിൽ സിയ ഗെറ്റ് ഹെർ ക്യാപ് ബാക്ക്. സിയയ്ക്ക് അവളുടെ തൊപ്പി തിരിച്ചു കിട്ടിയിട്ടുണ്ടാവുമോ. നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. അങ്ങനെ അവർ സിറ്റി പാർക്കിലെത്തി. എവിടെയാണ് അവർ എത്തിയിരിക്കുന്നത്, സിറ്റി പാർക്ക് അല്ലെ. സിയ ആൻഡ് റോബോ റീച്ച് ദ പാർക്ക്. അങ്ങനെ സിയയും റോബോയും കൂടെ പാർക്കിലെത്തി. ദേ സോ എ ബോയ് ഓൺ എ ബെഞ്ച്. അപ്പൊ അവരെന്ത് കാണാണ്, ഒരു കുട്ടി, ഒരു ആൺകുട്ടി ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. ഇറ്റ് ഇസ് മൈ ക്യാപ്, സിയ സെഡ് ടു ദ ബോയ്. അപ്പൊ ആ കുട്ടി, ആ ബോയ് എന്ത് ചെയ്തിരിക്കണം, ആ ക്യാപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ട്. സിയയുടെ തൊപ്പിയാണ്. അപ്പൊ സിയ അവന്റെ അടുത്ത് പോയിട്ട് പറയാണ്, അത് എന്റെ തൊപ്പിയാണെന്ന് പറഞ്ഞു. ഓ ഇസ് ഇറ്റ് യുവേഴ്സ്, ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ ബെഞ്ച്. അപ്പൊ ആ കുട്ടി എന്താ പറയണത്, ഓ ഇത് നിന്റെ തൊപ്പിയാണോ, എനിക്കിത് ഈ ബെഞ്ചിൽ നിന്ന് കിട്ടിയതാണ്. ദ ബോയ് ഗേവ് ദ ക്യാപ് ബാക്ക് ടു സിയ. അങ്ങനെ കുട്ടി എന്ത് ചെയ്തു, ആ ബോയ് എന്ത് ചെയ്തു, ആ തൊപ്പി സിയക്ക് തിരിച്ചു കൊടുത്തു. ഡിഡ് ദ ബോയ് സീ റോബോ. എന്ത് ചോദിക്കുന്നത്, അവൻ, അതായത് ഈ ബോയ് റോബോനെ കണ്ടു കാണുമോ, തീർച്ചയായിട്ടും കണ്ടു കാണും അല്ലെ. ഗോ ടു ബിഹൈവ് ആക്ടിവിറ്റി 50. നെക്സ്റ്റ് ആക്ടിവിറ്റി ബിഹൈവ് ആക്ടിവിറ്റി ചെയ്യുക. നെക്സ്റ്റ് പേജിൽ ദ ബോയ് ലുക്ക്ഡ് അറ്റ് ദ റോബോ ഹൂ ഇസ് ദിസ്. അങ്ങനെ നമ്മുടെ ബോയ് എന്ത് ചെയ്യണം, റോബോനെ കണ്ടു. അപ്പൊ ചോദിക്കുകയാണ്, ഇത് ആരാണ്, ഹൂ ഇസ് ദിസ്. അപ്പൊ നമ്മുടെ സിയ പറയുകയാണ്, ദിസ് ഇസ് മൈ ഫ്രണ്ട് റോബോ, ഇറ്റ് ഈസ് എ റോബോട്ട്. ഇത് എന്റെ ഫ്രണ്ട് റോബോയാണ്, ഇതൊരു റോബോട്ട് ആണെന്ന് പറയാണ്. ഹലോ ഫ്രണ്ട് സെഡ് റോബോ. അപ്പൊ നമ്മുടെ റോബോ എന്ത് ചെയ്തു, ആ ബോയിന്റെ അടുത്ത് പറയാണ്, ഹലോ ഫ്രണ്ട് എന്ന് പറഞ്ഞു. കം ലെറ്റ്സ് വാക്ക് അറൗണ്ട് ദ പാർക്ക്. അപ്പൊ എന്താ പറയുന്നത്, നമുക്ക് പാർക്കിന് ചുറ്റും പാർക്കിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ആ ബോയിനെ ക്ഷണിക്കുകയാണ്. ബോയിന്റെ അടുത്ത് വരാൻ പറയുകയാണ്. അപ്പൊ ഈ ബോയ് എന്ത് പറഞ്ഞു, ഓ സോറി ഐ കനോട്ട് വാക്ക് ലൈക്ക് യു. ബോയ് എന്താ പറയണത്, ദ ബോയ് ലുക്ക്ഡ് അറ്റ് ഹിസ് വാക്കർ. കണ്ടോ, ഇവിടെ ഇതാണ് വാക്കർ എന്ന് പറയുന്നത്. നടക്കാൻ സാധാരണ പോലെ നടക്കാൻ കഴിയാത്ത ആൾക്കാർ എന്ത് ചെയ്യും, ഇതുപോലെ വാക്കറിന്റെ സഹായത്തോടു കൂടിയാണ് നടക്കുക. അപ്പൊ എന്താ പറയുന്നത്, എനിക്ക് നിങ്ങളെ പോലെ നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ബോയ് എന്ത് ചെയ്തു, ഈ വാക്കർ നോക്കുകയാണ്. ഐ എം സോറി ഡിയർ സെഡ് സി. അപ്പൊ സി എന്ത് ചെയ്തു, സോറി പറയാണ് അല്ലെ. അവന് സങ്കടമായെന്ന് വിചാരിച്ചിട്ട് സി എന്ത് ചെയ്തു, സോറി പറഞ്ഞു. വാട്ട് വിൽ റോബോ ഡു. അപ്പൊ എന്തായിരിക്കും ഇപ്പൊ റോബോ ചെയ്യുക നോക്കാം. ഹേ ഡോണ്ട് വെറി ജസ്റ്റ് എ മിനിറ്റ് റോബോ സെഡ്. അപ്പൊ റോബോ പറയുന്നത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. ബീപ് ബീപ് വിർ വിർ റോബോ ടേൺഡ് ഇൻടു എ വീൽ ചെയർ. അങ്ങനെ എന്ത് ചെയ്യാണ്, റോബോ ഒരു വീൽ ചെയർ ആയിട്ട് മാറുകയാണ്. ദ ബോയ് വാസ് സർപ്രൈസ്ഡ്. കണ്ടോ ചിത്രത്തിൽ കാണുന്ന പോലെ. കണ്ടോ ബോയ് ആ കുട്ടി എന്ത് ചെയ്തു, വളരെയധികം സർപ്രൈസ് ആയി. സിറ്റ് ഓൺ ദിസ് സെഡ് സിയ. അപ്പൊ സിയ പറയാണ്, ഇതിൽ ഇരിക്കുകയെന്ന് പറയാണ്, അതായത് ഈ വീൽ ചെയറിൽ ഇരിക്കാൻ പറയാണ്. വേർ വിൽ ദേ ഗോ. എവിടേക്കായിരിക്കും അവർ പോയിട്ടുണ്ടാവുക. വിൽ സിയ ടേക്ക് ദ ബോയ് ഹോം. സിയ ബോയിനെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടാവോ നോക്കാം. വിൽ സിയ ടേക്ക് ദ ബോയ് ഹോം. വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടാവോ ഈ ബോയിനെ.
നോക്കാം. അടുത്ത ആക്ടിവിറ്റി 16ാമത്തെ ആക്ടിവിറ്റി ചെയ്യുക. നെക്സ്റ്റ് അപ്പൊ നമ്മുടെ ബോയ് എന്ത് ചെയ്തു? വീൽ ചെയറിൽ കയറിയിരുന്നു അല്ലേ? സിയ ഹെൽപ്പ് ദ ബോയ് സിറ്റ് ഓൺ ദ വീൽ ചെയർ. അപ്പൊ വീൽ ചെയറിൽ ഇരിക്കാൻ വേണ്ടി സിയ എന്ത് ചെയ്തു? ബോയിനെ സഹായിച്ചു. ഷീ പുട്ട് ഹെർ ക്യാപ് ഓൺ ഹിസ് ഹെഡ്. എന്നിട്ട് എന്ത് ചെയ്തു? അവളെ തൊപ്പി എടുത്തിട്ട് അവന്റെ തലയിൽ വെച്ചു കൊടുത്തു. ദ വീൽ ചെയർ മൂവ്ഡ്. അങ്ങനെ വീൽ ചെയർ എന്ത് ചെയ്യാൻ തുടങ്ങി? മൂവ് ചെയ്യാൻ തുടങ്ങി. വാട്ട് വിൽ ദേ ഡു ഇൻ ദ പാർക്ക്? അവർ എന്തായിരിക്കും പാർക്കിൽ ചെയ്തിട്ടുണ്ടാവും? തീർച്ചയായിട്ടും അവർ എന്ത് ചെയ്തു? കളിച്ചിട്ടുണ്ടാവും. ദേ വിൽ പ്ലേ ഇൻ ദ പാർക്ക്. They played in the park. The boy became very happy. അങ്ങനെ അവർ രണ്ടാളും കൂടെ, അതായത് അവർ മൂന്നാളും കൂടെ, റോബോയും ബോയും അതേപോലെ സിയും കൂടെ പാർക്കിൽ കളിച്ചു. ബോയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഇറ്റ്സ് ടൈം ടു ഗോ ബാക്ക് സെഡ് സി. അപ്പൊ സി എന്ത് പറയാണ്? തിരിച്ച് വീട്ടിൽ പോകാനുള്ള സമയമായി. The boy tried to stand up from the wheel chair. അപ്പൊ എന്ത് ചെയ്തു? ആ റോബോയും പോണല്ലേ? അപ്പൊ ബോയ് എന്ത് ചെയ്യാണ്? ആ വീൽ ചെയറിന് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ സിയ എന്ത് പറഞ്ഞു? നോ സിയ said with a smile. വേണ്ട എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് സിയ പറയുകയാണ്. ബോയോട് വീൽ ചെയറിന് എഴുന്നേൽക്കണ്ടെന്ന് പറയുകയാണ്. വാട്ട് വിൽ സിയ ഡു നൗ? അപ്പൊ എന്തായിരിക്കും സിയ ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. 17ഉം 18ാമത്തെയും 17 and 18 ആക്ടിവിറ്റി ബിഹൈവ് ഇത് ചെയ്ത് നോക്കുക. ടേക്ക് റോബോ വിത്ത് യു, ഹി വിൽ ഓൾവേസ് ഹെൽപ്പ് യു. അപ്പൊ സി എന്ത് ചെയ്യണം? റോബോനെ ആ ബോയ്ക്ക് കൊടുക്കുകയാണ്, പ്രസന്റ് ചെയ്യാണ് അല്ലെ, കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് പറയാണ്? ഈ റോബോനെ നീ കൊണ്ടുപോയിക്കോ, ഇത് റോബോ നിനക്ക് ഒരുപാട് സഹായിക്കും, റോബോ നിന്നെ ഒരുപാട് സഹായിക്കും. റോബോ മൈ ഡിയർ ഗോ വിത്ത് ഹിം സിയ സെഡ്. റോബോ നീ അവന്റെ കൂടെ പോയിക്കോളൂ എന്ന് സിയ പറയുകയാണ്. സന്തോഷത്തോടു കൂടിയാണ് പറയുന്നതെങ്കിൽ സിയക്ക് സങ്കടം ഉണ്ട് അല്ലെ. ദ വീൽ ചെയർ മൂവ്ഡ് വിത്ത് ദ ബോയ്. അപ്പൊ അങ്ങനെ റോബോ സമ്മതിച്ചു. അങ്ങനെ റോബോ എന്ത് ചെയ്യാണ്? ബോയിന്റെ കൂടെ പോവുകയാണ്. See you. സിയ waved her hand at them. എന്നിട്ട് അവരെ നോക്കിയിട്ട് കൈവീശി കാണിക്കുക അല്ലെ, നമുക്ക് ഇനിയും കാണാമെന്ന് പറയാണ്. her eyes were wet but she was happy. ഇപ്പൊ അവള് സങ്കടം ഉണ്ടല്ലേ, അതാണ് eyes were wet എന്ന് വെച്ചാൽ എന്താ? അതായത് കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്? റോബോനെ യാത്രയാക്കുന്നത് അല്ലെ. പക്ഷെ അവൾ ഒരുപാട് എന്താണ്? സന്തോഷത്തിലാണ്. കാരണം എന്താ? ആ ബോയ്ക്ക് അത് ഒരുപാട് സഹായമാവും റോബോയും കൂടെ ഉണ്ടെങ്കിൽ അല്ലെ. അതുകൊണ്ട് അവൾ സന്തോഷത്തോടു കൂടെ റോബോനെ എന്ത് ചെയ്തു? ആ ബോയിന്റെ കൂടെ ബോയ്ക്ക് കൊടുത്തു. ഇതാണ് നമ്മുടെ കഥ, റോബോ ദ റോബോട്ട്. 19ാമത്തെ ആക്ടിവിറ്റിയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ അടുത്ത് നമുക്കൊരു ലാസ്റ്റ് ഒരു പോം കൂടിയുണ്ട്. പോം എന്താണെന്നും കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മൈ റോബോട്ട്. I have a robot, big and smart. Here it walks around with a happy song. I have a robot. ബിഗ് ആൻഡ് സ്മാർട്ട് എന്ന് വെച്ചാൽ എനിക്കൊരു റോബോട്ട് ഉണ്ട്. എങ്ങനെയാ? വലുതും സ്മാർട്ട് ആയിട്ടുള്ള റോബോട്ടാണ്. ഹിയർ ഇറ്റ് വാക്സ് അറൗണ്ട് വിത്ത് എ ഹാപ്പി സോങ്. അത് എങ്ങനെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു ഹാപ്പി ആയിട്ടുള്ള പാട്ടൊക്കെ പാടിയിട്ടാണ് നടക്കുക. ഐ ഹാവ് എ റോബോട്ട് ബിഗ് ആൻഡ് സ്മാർട്ട്. അടുത്തത് ഐ ഹാവ് എ റോബോട്ട് ബിഗ് ആൻഡ് സ്മാർട്ട്. ഹിയർ ഇറ്റ് വാക്സ് അറൗണ്ട് വിത്ത് എ ഗ്രീറ്റിംഗ് കോൾ. അപ്പൊ റോബോട്ടിന്റെ ഒരു പാട്ടാണ്, ഒരു പോമാണ് അല്ലെ, റോബോട്ടിന്റെ ഒരു പോമാണ്. ലാസ്റ്റ് ഒരു നമ്മുടെ 147 പേജ് നമ്പറിൽ ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ട്. സെലക്ട് ദ സ്യൂട്ടബിൾ സെന്റൻസസ് ഫ്രം ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട സെന്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് സെന്റൻസ് എടുത്ത് എഴുതുക. ഫസ്റ്റ് ലുക്ക് ഹിയർ ഇസ് ദ കീ എന്ന് പറഞ്ഞ ചിത്രം ഏതാ? ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, നോക്കൂ. ഇതാ കീ എന്ന് പറഞ്ഞത് ഇതാ ഈ ചിത്രത്തിന്റെ അടുത്തായിട്ട് എന്ത് ചെയ്യുക? ആദ്യത്തെ സെന്റൻസ് എഴുതുക. അടുത്തത് ഐ ആം എൻ അംബ്രല. റോബോട്ട് പറയാണ് ഞാനിപ്പോ ഒരു അംബ്രലയായി. കണ്ടില്ലേ ചിത്രം? എഴുതുക. അടുത്ത മൈ ഹാൻഡ്സ് ആർ ഗ്രോയിങ് ലോങ്. ഏതാണ് ചിത്രം? ഇതാ അല്ലെ, ലാസ്റ്റ് വൺ. അടുത്ത 4ാമത്തെ ലെറ്റസ് ഫ്ലൈ ടു ദ പാർക്ക്. നമുക്ക് പറന്നു പോയാലോ പാർക്കിലോട്ടെന്ന് റോബോ ചോദിക്കുന്നത്. ലാസ്റ്റ് വൺ ഐ ആം എ വീൽ ചെയർ സിറ്റ് ഓൺ മീ എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് സെന്റൻസുകൾ അതായത് ചിത്രത്തോട് എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 5ാമത്തെ പാഠം. 5ാമത്തെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. നമ്മുടെ 5th യൂണിറ്റിന്റെ ക്ലാസ്. എല്ലാ കൂട്ടരും ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.